മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ആവർത്തിച്ച് വിളിക്കുന്ന ഒരു പേരുണ്ട്, മർത്ത മർത്ത. കാരണമുണ്ട്, എങ്കിലേ അവർ കേൾക്കൂ. വഴിയെ കടന്നു പോകുന്ന ഈശോ എപ്പോഴും ആൾക്കൂട്ടത്തിന്റെ ഒപ്പമാണല്ലോ, എല്ലാവരുടെയും ഒപ്പം. എങ്കിൽ തന്നെയും ആരാലും വേണ്ടവണ്ണം ശ്രദ്ധിക്കപ്പെടാതെയും മനസ്സിലാക്കപ്പെടാതെയുമാണ് അവിടുന്ന് കടന്നു പോകുന്നത് എന്ന ചിന്തയാണ് ഈശോയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും ശുശ്രൂഷിക്കാനും മർത്തായെ പ്രേരിപ്പിച്ചത്. പലപ്പോഴും ജനനേതാക്കളാലും ശത്രുക്കളാലും അവഹേളിതനാകാറുണ്ട് ഈശോ. അവനെ സ്നേഹത്തോടെ സ്വീകരിക്കാനും ശ്രദ്ധയോടെ പരിചരിക്കാനും ആരാ ഉള്ളത്? പക്ഷേ പൊതുനിരത്തിലെ അതേ അനുഭവമായിരുന്നു അവിടത്തേക്ക് മർത്തായുടെ പുരയ്ക്കുള്ളിലും. അവൾ ഓടി നടക്കുകയാണ് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ. ഈശോ ആവർത്തിച്ച് വിളിക്കുകയാണ്, മർത്ത മർത്ത. വിളി കേട്ട് തിണ്ണയിലേക്ക് ഓടി വന്ന മർത്ത അവന്റെ മുമ്പിൽ ഒരു പിടി പരാതികളുടെ കെട്ടുകൾ അഴിച്ചു. ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നും എനിക്ക് ഈ അലച്ചിൽ മാത്രം. നീയും എന്നെ ശ്രദ്ധിക്കുന്നില്ല, മറിയത്തോട് പറയുക എന്നെ സഹായിക്കാൻ. ഇങ്ങനെ നീളുന്നു ആ പരാതിപ്പെട്ടി. ദൈവത്തിനു മുമ്പിൽ മർത്തായുടെ ആവലാതി ഇതാണ്. ദൈവപുത്രൻ തിണ്ണയിൽ വന്നിരിക്കുമ്പോൾ മർത്തായ്ക്ക് പറയാൻ വേറെ ഒന്നുമില്ല. അവൾ ആകെ പറഞ്ഞത് ഇതാണ്, എനിക്ക് ആരുമില്ല, ദൈവവും മനുഷ്യരും സഹായത്തിനില്ലാത്ത പാവമാണ് ഞാൻ. വീട്ടുകാരും കൂടപ്പിറപ്പും കൂടെയുണ്ട്, പക്ഷെ ആവശ്യ നേരത്ത് ആരും തുണയില്ല. ദൈവം അടുത്തു തന്നെയുണ്ട്, പക്ഷെ അവൻ പോലും എന്നെ ശ്രദ്ധിക്കുന്നില്ല. പിതൃസ്വത്തിന്റെ ഭാഗം വെപ്പുകാരും സഹോദരനോട് പറയണേ എന്ന് ഈശോയോട് അപേക്ഷിച്ച മനുഷ്യനെ നമ്മളിവിടെ ഓർമ്മിക്കുന്നു. ലൂക്ക 12:13. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ കുറെ സങ്കട ഹർജികൾ, പരാതിയോട് പരാതി, ദൈവത്തോടും മനുഷ്യരോടും പരാതികൾ തന്നെ. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ജോലി ചെയ്തു മടുത്തു ഞാൻ, സ്വസ്ഥമായി ഒന്ന് ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല. കൂടപ്പിറപ്പുകളും സഹപ്രവർത്തകരും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഒന്നും അറിയാത്ത ഭാവത്തിലിരിക്കുന്നവരെ നീ കാണാഞ്ഞിട്ടല്ലോ എൻ്റെ അടുക്കലേക്ക് അവരെ പറഞ്ഞു വിടുക. എൻ്റെ അസ്വസ്ഥതകളിലേക്കും മറ്റുള്ളവരും വരട്ടെ എന്നാണ് എൻ്റെ ചിന്ത. അവരുടെ സ്വസ്ഥതയിലേക്ക് ഞാൻ കൂടി പ്രവേശിക്കാം എന്നല്ല. മറിയം തെരഞ്ഞെടുത്ത നല്ല ഭാഗം അത്ര നല്ലതാണെന്ന് മർത്തായ്ക്ക് തോന്നുന്നില്ല. മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും വ്യഗ്രചിത്തയുമായിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. നീ എന്നെ പ്രതി ഉത്കണ്ഠപ്പെടുന്നു, വ്യഗ്രചിത്തയാകുന്നു എന്നല്ല, പലതിനെക്കുറിച്ചും എന്നാണ്. മർത്ത വിചാരിച്ചു തൻ്റെ ശ്രദ്ധ മുഴുവൻ ഈശോയെക്കുറിച്ചും അവൻ്റെ തൃപ്തിയെക്കുറിച്ചുമാണെന്ന്. അവനെ ശ്രദ്ധിക്കാനും ശുശ്രൂഷിക്കാനുമാണ് ഞാൻ തത്രപ്പെടുന്നത് എന്ന സമാധാനവും ശരണവുമായിരുന്നു മർത്തായുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്. പക്ഷേ അവളുടെ ധാരണയുടെ പിശകുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈശോ. എന്നെയും നിങ്ങളെയും ചൂണ്ടുന്നുണ്ട്. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണല്ലോ മർത്തായുടെ പരാതി. ഈശോയുടെ പരാതിയും ഇതുതന്നെ. ഈശോയും മറിയവും, അതായത് ദൈവവും മനുഷ്യരും തന്നെ ഗൗനിക്കുന്നില്ലെന്ന് മർത്ത സങ്കടപ്പെട്ടു. ഈശോയുടെ സങ്കടവും ഇത് തന്നെ. മർത്ത തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നിന്റെ വീടിന്റെ കോലായിൽ വന്നിരുന്നിട്ട് നീ എന്നെ ഗൗനിക്കുന്നുണ്ടോ? അടുത്തു വന്നു. ശിമയോന്റെ വിരുന്നു പന്തലിൽ നിന്ന് ഉയർന്നു കേട്ട പരിഭവങ്ങൾ ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു. ലൂക്കായുടെ സുവിശേഷം 7:44-46 തിരുവചനങ്ങൾ. ശിമയോൻ വിളിച്ചു വരുത്തി ഈശോയെ, പക്ഷേ ശ്രദ്ധിച്ചില്ല, പരിചരിച്ചില്ല. പരിചരിച്ചതും ശുശ്രൂഷിച്ചതും പാപിനിയായ സ്ത്രീയാണ്. അവൾ പാദത്തിനരികിൽ ഉണ്ടായിരുന്നു. മർത്തായാണ് ഈശോയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത്, പക്ഷേ സ്നേഹിച്ചതും ശുശ്രൂഷിച്ചതും മറിയമായിരുന്നു. മർത്ത ആഗ്രഹിച്ചതും ഈശോ ആഗ്രഹിച്ചതും ശുശ്രൂഷ തന്നെ. അവനെ ശുശ്രൂഷിക്കുക എന്ന് വെച്ചാൽ അടുത്തിരിക്കുക, അടുത്തിരുന്നു സ്നേഹിക്കുക എന്നർത്ഥം. അവന് വേണ്ടി ഓടി നടക്കുക മാത്രമല്ല, അവനോടൊപ്പം അല്പനേരം ഇരിക്കുക എന്നുകൂടിയാണ്. പരിസേയനും ചുങ്കക്കാരനും കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് നാം കേട്ടു. പരിസേയൻ ദൈവത്തിനു മുമ്പിൽ നടത്തിയ ആത്മാലാപത്തിന്റെ സ്വരവും ധ്വനിയും ദൈവം ശ്രദ്ധിച്ചു കേട്ടു. ചുങ്കക്കാരന്റെ വിലാപത്തിന്റെ ചിലമ്പിച്ച സ്വരവും അവിടുത്തെ കർണപുടങ്ങളിൽ അലയടിച്ചു. ഇടമുറിയാ പ്രവാഹമായി തന്റെ നന്മകളും വിശേഷങ്ങളും ദൈവസമക്ഷം സമർപ്പിച്ചവൻ ചുങ്കക്കാരൻ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു. ദൂരെ നിന്ന് ധൈര്യം കെട്ടവനായി കണ്ണുകൾ താഴ്ത്തി കുറ്റവാളിയെപ്പോലെ, കർത്താവെ, ഈ പാപിയിൽ കനിയണമേ. പരമ പരിശുദ്ധിയായ ദൈവത്തിന്റെയും നീതിമാനായ പരിസേയന്റെയും പിറകിൽ വിറയലോടെ തലകുനിച്ചു നിൽക്കാനേ തനിക്ക് അർഹത ഉള്ളുവെന്ന് ആ പാവത്തിന് ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ നികൃഷ്ടാവസ്ഥ ഓർത്ത് അവൻ മാർത്തടിച്ചു. ആ ശാരീരിക നിലപാട് ഈശോയ്ക്ക് ഇഷ്ടമായി. ആ നിലപാടായിരുന്നു പ്രാർത്ഥന. പ്രാർത്ഥന നെഞ്ചിൻ കൂടിൽ നിന്ന് വരണം. നന്മകളെക്കുറിച്ച് അവകാശവാദങ്ങളൊന്നും മുഴക്കാനില്ലാതെ ആയിരിക്കണം അത്. വ്യക്തിപരമായ പ്രാർത്ഥനാ ചൈതന്യം നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിരം ശൈലിയായി, വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ജീവിത ശൈലിയായി മാറ്റിയെടുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. 1 മണിക്കൂർ എങ്കിലും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ആകണമെന്നില്ല. വീട്ടിൽ
അതുമല്ലെങ്കിൽ സ്വസ്ഥമായി ലഭിക്കുന്ന ഒരു സമയത്ത് അതിരാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് 1 മണിക്കൂർ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കുവാൻ ഒരു 5 മിനിറ്റ് സമയം നമുക്കെടുക്കാം. സ്വതന്ത്രമായി സ്തുതിച്ചും ചെറിയ വാക്കുകളിലൂടെയും ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയുകയും ദൈവത്തെ ആരാധിക്കുകയും വചനങ്ങൾ പറഞ്ഞ് സ്തുതിക്കാനും നന്ദി പ്രകാശിപ്പിക്കുവാനും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവാനും ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവാൻ ഗാനങ്ങളാലും ചെറിയ വാക്കുകളാലും നമുക്ക് സാധിക്കും. തുടർന്ന് നമ്മിൽ വസിക്കുന്ന ത്രിയേക ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. അതും ഒരു 5 മിനിറ്റ് സമയം എടുക്കാവുന്നതാണ്. ആത്മാവിനെ സമർപ്പിക്കുക. ആത്മാവിലെ മോഹങ്ങളും ആത്മാവിലെ ദാഹങ്ങളും സമർപ്പിക്കുക. മനസാക്ഷിയുടെ തെറ്റായ ബോധ്യങ്ങളും തെറ്റായ മൂല്യങ്ങളും മനസാക്ഷിയിലെ പാഴ്വചനങ്ങളും സമർപ്പിക്കുക. മനസ്സിനെ സമർപ്പിക്കുക. അതായത് നമ്മുടെ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് സമർപ്പിക്കുക. ഇന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവ സമർപ്പിക്കുക. ആന്തരിക ഇന്ദ്രിയങ്ങൾ, ചിന്ത, ഭാവന, ഓർമ്മ, ബുദ്ധി ഇവയെല്ലാം അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുക. ശരീരത്തെ സമർപ്പിക്കുക. അവയവങ്ങൾ, കോശങ്ങൾ, മാംസപേശികൾ, രക്തം, രക്തധമനികൾ, രോഗാണുക്കൾ, ബലഹീനതകൾ, ആസക്തികൾ, കടബാധ്യതകൾ, ജീവിത പങ്കാളി, മക്കൾ, അപ്പൻ, അമ്മ, ബന്ധുക്കൾ, മേലധികാരികൾ, വീട്, ജോലി, വാഹനങ്ങൾ, ഇന്നത്തെ കാര്യങ്ങൾ, പഠനം, യാത്ര, ശുശ്രൂഷകൾ എല്ലാം സമർപ്പിക്കുക. അതിനും പാട്ടുകൾ കൊണ്ട് നാഥാ സമർപ്പിക്കുന്നു, സമർപ്പണം ചെയ്യുന്ന യേശുവേ, സമർപ്പണത്തിന് സമയമായി തുടങ്ങിയ കനിവോട് സ്വീകരിക്കണമേ, നിറയും ഈ ജീവിതകാലത്ത് തുടങ്ങിയ പാട്ടുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സമർപ്പണം 5 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. തുടർന്ന് 3-ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു 20 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് വിശുദ്ധീകരണം ചെയ്യണം. അതായത് നമ്മൾ സമർപ്പിച്ചതെല്ലാം തിരുരക്തം കൊണ്ട് കഴുകുക. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും മാത്രമാണ് നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിനെ, മനസാക്ഷിയെ, മനസ്സിനെ എല്ലാം നമുക്ക് യേശയ്യ 61:4, അതിനായി ഗലാത്തി 3:13, ഹെബ്രായർ 13:8, 1 പത്രോസ് 1:18-19, മത്തായി 15:13, ഹെബ്രായർ 9:14, 1 യോഹന്നാൻ 1:7, വെളിപാട് 12:11, കൊളോസസ് 2:15, യേശയ്യ 61:4, എസെക്കിയേൽ 36:25-27 വാക്യങ്ങൾ. ഇങ്ങനെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന അവസ്ഥ മുതൽ ജനിച്ചതിന് ശേഷമുള്ള അവസ്ഥ, ഇവയെല്ലാം വിശുദ്ധീകരണം നേടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ലൂക്കാ 4:18, റോമ 5:5, സങ്കീർത്തനങ്ങൾ 147:3, യേശയ്യ 60:15 വചനങ്ങൾ അതുപടി പറയാൻ ലഭിച്ചില്ലെങ്കിൽ പോലും യേശയ്യ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ട അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, ഈ വചനം ഉപയോഗിച്ച് എന്നെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തുടർന്ന് ഇന്ദ്രിയങ്ങളെ വിശദീകരിക്കുക. അമ്മയുടെ ഉദരത്തിലായിരുന്ന അവസ്ഥ വിശദീകരിക്കുക, ജനിച്ചതിന് ശേഷമുള്ള അവസ്ഥ വിശുദ്ധീകരിക്കുക, ഇന്ദ്രിയങ്ങൾ വിശുദ്ധീകരിക്കുക. ശരീരത്തെയും സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും, സമർപ്പിച്ച മറ്റു കാര്യങ്ങൾ, എല്ലാ ബന്ധനങ്ങളും എല്ലാം തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് മാത്രമാണ് അവിടെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നത്. അത് 20 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് തന്നെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകിയിടണമേ. ഞാനിപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധീകരണ പ്രാർത്ഥനയാണ്. തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ, ഈശോയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്നുള്ള ഒരു ആവർത്തിച്ച് ചൊല്ലാൻ പറ്റിയൊരു പ്രാർത്ഥന. തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ, ഈശോയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. സദാസമയം ഈ വരികൾ ഉരുവിട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു ഉപകാരമാണ്. അടുത്ത 4-ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ശക്തീകരണമാണ്. വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിനെ ശക്തീകരിക്കുവാൻ ആർക്ക് മാത്രമാണ് സാധിക്കുക എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാവണം. സമർപ്പിച്ച് തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുത്തെ വരദാന ഫലങ്ങൾ ജ്ഞാനത്തിൽ നിറയാൻ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ജ്ഞാനം 9:17, അപ്പസ്തോല പ്രവർത്തനം 1:8, സങ്കീർത്തനങ്ങൾ 77:10. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകൾ പാടിയോ സുവിശേഷ വചനങ്ങൾ വായിച്ചും നമുക്ക് 20 മിനിറ്റ് കൂടി ചെലവഴിക്കാൻ ഈശോടൊപ്പം ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് ദൈവസ്വരം കേൾക്കുക. നമ്മോട് കുറച്ച് സമയം പ്രാർത്ഥിച്ച് വചനം വായിച്ച്
കർത്താവ് വചനത്തിലൂടെയും ദർശനത്തിലൂടെയോ കേൾവിയിലൂടെയോ ചിന്തയിലൂടെയോ ഭാവനയിലൂടെയോ അല്ലെങ്കിൽ സന്ദേശങ്ങൾ നൽകിയോ ഒക്കെ നമ്മോട് സംസാരിക്കും. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ തീവ്രമാകുമ്പോൾ, തീക്ഷ്ണമാകുമ്പോൾ ഈ ദൈവസ്വരം കേൾക്കാനായിട്ട് 5 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ഒരു 5 മിനിറ്റ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ 1 മണിക്കൂർ, കുറഞ്ഞത് ദിവസവും 1 മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയാണെങ്കിൽ, മർത്ത നീ പല കാര്യങ്ങൾ വ്യഗ്രതയാണ്, ഉചിതമായി തിരഞ്ഞെടുത്ത മറിയത്തെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്ന കർത്താവിൻ്റെ സ്വരം കേൾക്കേണ്ടി വരികയില്ല. അങ്ങനെ കർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോൾ വെളിപാടുകളുടെ തിരിച്ചറിവിൻ്റെ ഒരുപാട് നിറവ് നമ്മിലേക്ക് ഒഴുകാൻ തുടങ്ങും. ദൈവവുമായി സംസാരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മീയ ബന്ധം, ആത്മീയ വളർച്ച ഏറ്റവും അനുഗുണമായി മാറുകയും അത് ഈശോയ്ക്ക് നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.